ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന നന്മകൾക്കും ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി ഈ നിമിഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിനായി നിൽക്കുകയാണ്. എൻ്റെ പേര് ലിൻസി, ഇതെൻ്റെ മകൾ ആൻമരിയ. ഞങ്ങൾ കൊല്ലം പുനലൂർ രൂപതയുടെ വല്ലഭൻകര ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ വർഷം 2025 ഫെബ്രുവരി 18-നാണ് സാക്ഷ്യമെടുത്തത്. എൻ്റെ സാക്ഷ്യം തീരാൻ ഇനി 8 ദിവസം കൂടി ബാക്കിയുണ്ട്. എന്നാൽ 35-ാമത്തെ ദിവസം തന്നെ അനുഗ്രഹത്തിൻ്റെ മാതാവ്, സമയചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ആവശ്യത്തിന് മേൽ പ്രവർത്തിച്ചതിന് നന്ദി പറയുക എന്നുള്ളതാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ജോസഫ് അച്ഛൻ്റെ ഒരു ദിവസത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മാതാവ് ഇടപെട്ട് ഈ കാര്യങ്ങൾ നിനക്ക് നടത്തി തരുമ്പോൾ നീ സാക്ഷ്യം പറയാമെന്ന് ഈശോയോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാം എന്ന് ഞാൻ ഉടമ്പടിക്ക് മുന്നേ തന്നെ ഞാൻ ഈശോയോട് സത്യം ചെയ്തു, മാതാവിനോടും സത്യം ചെയ്തതാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഫുട്ബോൾ മത്സരം നടക്കുകയും അവിടെ വെച്ചുണ്ടായ അടിയിൽ ഒരു വ്യക്തി തലമണ്ട പൊട്ടി ഇരിക്കുകയും ചെയ്തെടുത്ത് എൻ്റെ ഭർത്താവ് കടന്നു ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ഫോണും പേഴ്സും തറയിൽ വീണത് എടുത്ത് അദ്ദേഹം തലപൊട്ടി നിൽക്കുന്ന അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റിവിടുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോലീസ് കടന്നു വരികയും 4ാമത്തെ പ്രതിയായി എൻ്റെ ഭർത്താവിന് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. 2017-ലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ എല്ലാ മാസവും കേസിനായി കടന്നു പോവുകയാണ്. കേസിനായി കടന്നു പോകുന്ന സാമ്പത്തികമോ ജോലിയോ എന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും മകൾക്കും അത് വളരെയേറെ ഭാരവും അപമാനമായിരുന്നു. പ്രിയ പൈതൽ സ്കൂളിലേക്ക് കടന്നുപോയ നിമിഷം പലപ്പോഴും കുട്ടികൾ ചോദിച്ചു, നിൻ്റെ പപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയാം നിരപരാധിയാണെന്ന്, എന്നാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നില്ലായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് പോലും കുറച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലൊന്നും പള്ളിയിൽ പോവാതെയായി, കൃത്യമായിട്ട് കുർബാന കൂടാതെയായി, കുമ്പസാരങ്ങൾ സ്വീകരിക്കാതെയായി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും പുറമോട്ട് വന്നു. ഈ 2017 മുതലുള്ള ഇത്രയും വർഷക്കാലവും ഈ ഒരു കേസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ മാസവും പോയേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് 2023 ആയപ്പോൾ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് കോടതിയിലേക്ക് ഹിയറിങ്ങിനായി കടന്നു പോകുവാണ്. ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 തുടങ്ങിയ 2024 ജനുവരി മുതൽ എല്ലാ ചൊവ്വയും ശനിയും പോയി തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വീതം പോകേണ്ടി വന്നു. എന്നിട്ട് പിന്നീട് കഴിഞ്ഞ ഈ ഫെബ്രുവരി ആദ്യം തന്നെ എൻ്റെ ഭർത്താവ് ആദ്യത്തെ ആഴ്ച ഹിയറിങ്ങിന് പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ മകളോട് പറഞ്ഞു, അവിടെ അഡ്വക്കേറ്റ് പറയുന്നത് കേട്ടു, കോടതി ശിക്ഷിക്കുമെന്ന് പറയുന്നത് കേട്ടു, നീ ഒരു കാര്യം ചെയ്യണം, മകളോട് പറയരുത്. ഞാൻ ദൂരെ എവിടെയെങ്കിലും, എൻ്റെ ഭർത്താവിന് പെയിൻറ്റിംഗ് ആണ്, ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോയെന്ന് നീ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒറ്റ കാര്യവും എനിക്കില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്ന സമയം ഞാനും എൻ്റെ കുഞ്ഞും ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞല്ല, ഞാൻ 100% ഉറപ്പിച്ച് വെച്ചിരുന്നു. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ഇത്ര വർഷം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതാണ് ഈ വിഷയത്തിന് വേണ്ടി. ഇതിനു വേണ്ടിയുള്ള വിഷം വരെ ഞാൻ വാങ്ങിച്ച് കരുതി വെച്ചിട്ടുണ്ട്. അതെൻ്റെ തീരുമാനമായിരുന്നു. എന്നാൽ അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെതാകുന്ന ഈ ടോക്ക് കേൾക്കുന്നതും ഞാനിങ്ങനെ സത്യം ഞാൻ സാക്ഷി പറഞ്ഞോളാം എന്ന് ഞാൻ പറയുന്നതും. അങ്ങനെ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലാണ് എൻ്റെ ഭർത്താവ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ഫെബ്രുവരി 18-ാം തീയതി, ഈ വർഷം 2025 ഫെബ്രുവരി 18-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് ഒരു 7:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. അപ്പം തന്നെ ഞാൻ ഫ്രഷായിട്ട് വന്നു. ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ബൈബിളൊക്കെ വായിക്കാറുണ്ട്, എൻ്റെ ഫോണിൽ ബൈബിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ കൃത്യം വായിക്കാറുണ്ടായിരുന്നു. പക്ഷേ അരമണിക്കൂർ എന്ന് അച്ഛൻ പറഞ്ഞേക്കുന്ന ഈ കണ്ടീഷനല്ല. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ സമയത്ത് വരുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും, ജപമാല ചൊല്ലും. ഞാൻ ബാക്കിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കും, ലിൻസി ജപമാല ചൊല്ലാൻ പോവുകയാണെന്ന്. ഞാൻ ജപമാല ചൊല്ലുകയായിരിക്കും, ചിലപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയായിരിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട്
ഷൂട്ടിങ്ങിന് പോയിട്ട് വന്നിട്ട് ഇദ്ദേഹം എൻ്റെ ഒരിക്കൽ പറഞ്ഞു, ഈ മാസം തന്നെ വിധി ഉണ്ടാവുമെന്ന് പറയുന്നു, വിധി ഉണ്ടാവും, ഇനി അവിടുന്ന് കോടതിയിൽ നിന്ന് അറിയിപ്പ് കിട്ടും, ഡേറ്റ് പറഞ്ഞിട്ട് അറിയിപ്പ് കിട്ടും, അന്നേരം ചെന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ തലേന്ന് അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല, പിന്നൊരു ഡേറ്റ് പറയുമെന്ന്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഡേറ്റ് കൂടി അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു. അതിൻ്റെ തലേന്ന് പറഞ്ഞു ഡേറ്റ് ആയിട്ടില്ല, ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല, ഡേറ്റ് വീണ്ടും പറഞ്ഞു. അങ്ങനെ 2 വട്ടം മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ തലേ മാസം ഉടമ്പടി എടുത്തു. പിറ്റേ മാസം എനിക്ക് ഉടമ്പടിക്ക് ഇവിടെ ഒന്ന് പത്രം വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ കൂടെ വരുന്ന കുട്ടിക്ക്, ഞങ്ങൾ മാർച്ച് 18 ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. ആ കുട്ടിയുടെ അസൗകര്യം കാരണം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ച ഇവിടെ വരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചതിൻ്റെ അന്ന് രാത്രി അഡ്വക്കേറ്റ് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു മാർച്ച് 25-ാം തീയതി ജോസെ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തീരുമാനിച്ചു, കർത്താവേ, ഞാൻ ഇന്ന് പോകണമെന്ന് തീരുമാനിച്ച ദിവസം തന്നെ ഈ ജഡ്ജ്മെൻറ്റും എങ്ങനെ വന്നു എന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ജഡ്ജ്മെൻ്റ് അറിയട്ടെ എന്നിട്ട് പോവാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു തീരുമാനം മാറ്റി. എന്ത് ജഡ്ജ്മെൻ്റ് ആയാലും എൻ്റെ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് എനിക്കത് വാങ്ങിച്ചു തരും എന്നുള്ള വിശ്വാസം, പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ വിശ്വസിച്ചു. പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ വിലയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കുമ്പസരിക്കാൻ പോയിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷി നടക്കുകയാണ്, ജപമാല എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി, മുട്ടുമേൽ നിന്ന് ജപമാല ചൊല്ലി ജപമാല തീർത്തു. ഫോൺ എടുത്ത് നോക്കി, ഫോണിനകത്ത് മിസ് കോൾ കിടക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് വെയിലാണ്, ഞാൻ അവിടെ പോയി അവിടെ കയറി വരുന്ന ആ എൻട്രൻസിൽ ആ വെയിലത്ത് നിന്നുകൊണ്ട് ഞാൻ ഫോൺ അടുത്ത് പിടിച്ചില്ല, ദൂരെ പിടിച്ചു. എന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞത് ജയിച്ചു എന്ന്. പക്ഷേ എനിക്ക് ജയിച്ചു എന്നൊരു വാക്കല്ല എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചോദിച്ചു, എന്താ പറഞ്ഞു? ജയിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കോടതി എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിട്ടത്? അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞതാവുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിരപരാധി ആയതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. എൻ്റെ മാതാവിനോട് ഞാൻ വിഷയം വെച്ച് എങ്ങനെയാണ്? എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ ഭർത്താവിനെ നിരപരാധി ആയതുകൊണ്ട് മാത്രമേ എൻ്റെ ഭർത്താവിനെ വെറുതെ വിടണമെന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ഈശോയോട് വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് 35-ാമത്തെ ദിവസത്തിൽ 2017 മുതൽ ഈ 2025 വരെ നടന്ന ഹിയറിങ്ങിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി എൻ്റെ മാതാവ് കാത്തു നിന്ന് ആ ഉടമ്പടി എടുത്ത് 35-ാമത്തെ ദിവസം കോടതി എൻ്റെ ഭർത്താവിനെ വെറുതെ വിട്ടു. ഈ ഒരു ഉപകാരത്തിന് എൻ്റെ കുഞ്ഞിൻ്റെയും മാനത്തിനും ഞങ്ങളുടെ തന്ന ജീവനും എൻ്റെ മാതാവ് വില കൽപ്പിച്ച് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഈ ഒരു അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. എന്നൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ശരീരം വേദന വന്നിട്ട് വിറച്ചുകൊണ്ട് പലപ്പോഴും അസ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പ്രിയ പൈതൽ കാണപ്പെട്ടിരുന്നത്. ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കാൻ കുരിശടയാളം തേക്കുമല്ല കുരിശടയാളം വരയ്ക്കുമായിരുന്നു. അപ്പോൾ മകൾക്കിപ്പം വേദന ഒട്ടും തന്നെ ഇല്ല. എന്നിട്ട് ഞാൻ ഈ ഇവിടെ തൈറോയിഡിൻ്റെ മുഴയും ഉണ്ട്. അത് കാരണം എനിക്ക് പീരീഡൊന്നും കറക്റ്റ് ആവുന്നില്ല. എന്ന് അതൊന്നും ഞാൻ വിഷയം വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന നിമിഷം തന്നെ വിഷയം വെക്കാത്തത് കൂടി എൻ്റെ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് 2-ാമത്തെ ആഴ്ചയിൽ തൊട്ട് റെഗുലർ പീരീഡ്സ് ആവാൻ തുടങ്ങി. അതുപോലെ എൻ്റെ കാലിൽ തൈറോയിഡിൻ്റെ ഭാഗമായിട്ട് കാലിന് നടക്കാൻ വയ്യാത്ത, ശരീരത്തിന് ഭാരം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും എൻ്റെ കാലിന് താങ്ങാൻ പറ്റാത്ത ഭാരം എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് കാല് രണ്ടും നീരായിരുന്നു. ഇതൊക്കെയും എനിക്ക് മാറി. അതേപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഗ്യാസ് ട്രബിളിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് എപ്പോഴാണ് എങ്ങനെയാണ് മാറിയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മാതാവിനും ഈശോയ്ക്കും തന്ന സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുചെന്നാൽ ഉടനെ പത്രം ഞാൻ കൊടുത്തു തീർക്കണം. പ്രാർത്ഥിച്ച് തന്നെ പത്രം ഞാൻ കൊടുത്തു തീർക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇടും. അതിനുശേഷം എല്ലാ ധ്യാനവും കൂടാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആണെങ്കിൽ
കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിക്ക് തിരുവനന്തപുരത്ത് പോയി മാസം തോറും പോയി വരാനുള്ള യാത്രാക്കൂലി ഞാൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ തലയിൽ ട്യൂമറായ ഒരു പയ്യന് ഓപ്പറേഷൻ ചെയ്യാൻ എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. ഡ്രസ്സ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി എൻ്റെ വിശ്വാസ ജീവിതവും അതേപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒത്തിരി മെച്ചപ്പെട്ടു. ഞാൻ ഒരു നല്ല രീതിയിൽ ബൈബിൾ വായിക്കാനും ദിവസം 3-4 വട്ടം ജപമാല എത്തിക്കാനും എനിക്ക് ഈ നാളുകളിൽ കഴിയുന്നുണ്ട്. മാതാവും ഈശോയും നൽകിയ സകല ഉപകാരങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യെശയ്യാ 49:25 കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ലിൻസി ജോസ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബം അവിചാരിതമായി നേരിട്ട വലിയൊരു പ്രതിസന്ധിയിൽ പരിശുദ്ധമ്മ നൽകിയ അത്ഭുതകരമായ വിടുതലും സമാധാനവും സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ മാതാവിൻ്റെ ഈ അൾത്താരയിൽ. അത് സഹോദരി വളരെ വ്യക്തമായി നമ്മളോട് വിവരിച്ചു. ഒരു മത്സരത്തിനിടയിലുണ്ടായ കലഹവും പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം ആ ആശുപത്രിയിൽ കൊണ്ടുപോയ വ്യക്തി ഒടുവിൽ പ്രതിയായി തീരുകയും ഏതാണ്ട് കഴിഞ്ഞ 8 വർഷത്തോളം ഇതേ കേസുമായി മാസത്തിലൊന്ന്, ആഴ്ചയിലൊന്ന്, ആഴ്ചയിൽ 2 എന്നിങ്ങനെ നിരന്തരം കോടതി കയറിയിറങ്ങേണ്ട അവസ്ഥയും മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റവാളിയെപ്പോലെ കുടുംബം എപ്പോഴും നിൽക്കേണ്ടി വരുന്ന സാഹചര്യവും നിരപരാധിയെങ്കിലും അപമാനഭാരത്തോടുകൂടി മാത്രം കുടുംബം ജീവിച്ച് മുന്നോട്ട് പോകേണ്ട സങ്കടകരമായ സാഹചര്യങ്ങളും വരികയും ഒടുവിൽ ശിക്ഷിക്കപ്പെടുമെന്ന അവസ്ഥയിൽ അതിൻ്റെ വിധിയുടെ കാര്യങ്ങൾ മാറുന്നുമെന്ന് കോടതിയിൽ നിന്ന് തന്നെ അറിയുമ്പോഴാണ് കുടുംബത്തിൻ്റെ ജീവൻ മുഴുവനും നഷ്ടപ്പെടുന്നു എന്ന നിമിഷത്തിൽ സഹോദരി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ നിമിഷം മുതൽ ഞാൻ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചത്. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആർക്കും രക്ഷ നൽകുവാനാവില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ അമ്മ മാതാവിലൂടെ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ട് ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് നീതിയായിട്ടുള്ളത് എനിക്ക് നടപ്പാക്കി തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പറയുന്നത്. അതിന് സഹോദരി പറയുന്നുണ്ട്, എനിക്ക് പറയുവാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഓരോ ദിവസവും ഞാൻ അമ്മയോട് ചേർന്ന് നിന്ന് ജീവിക്കുമായിരുന്നു. എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഞാൻ ജീവിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുവാൻ ഒരു മടിയുമില്ലാതെ കാരുണ്യ പ്രവൃത്തികളിൽ ഞാൻ ഏർപ്പെടുമായിരുന്നു. അതോടൊപ്പം അമ്മയുടെ തിരുനടയിലെത്തി അമ്മയെ നോക്കി കണ്ണീര് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് നീതി നടപ്പാക്കി കിട്ടണം, എൻ്റെ ജീവിത പങ്കാളി നിരപരാധി എന്ന് കോടതി അനുവദിച്ചു തരണം. പ്രിയമുള്ളവരെ, കോടതിയുടെ വിധി ഉച്ചരിക്കുന്ന ദിവസം സഹോദരി ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം കോടതിയേക്കാൾ ഉപരി ആ നടക്കുന്ന നിമിഷങ്ങളിലെ പ്രശ്നങ്ങളെക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മകൾ ഇവിടെ ദൈവത്തിൽ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവമാണ്. ജീവിതം വല്ലാതെ പൊള്ളുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ എങ്ങനെയാണ് നമ്മൾ നിലപാടുകളിൽ എടുക്കുന്നത്? അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള നിലപാടാണോ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള നിലപാടാണോ ജീവിതം പൊള്ളുന്ന നിമിഷങ്ങളിൽ നമ്മൾ എടുക്കുക? സഹോദരി ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞ സഹോദരിയും ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾ അടപടലെ തകരുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ അമ്മ മാതാവേ ഉള്ളൂ. ഇവിടെ വന്ന് പറഞ്ഞ് അമ്മയുടെ അരികിൽ ഒരു ജപമാല ചൊല്ലി, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ കണ്ണീര്, എൻ്റെ കുടുംബം, എൻ്റെ തകർച്ച, ഞാൻ നേരിടുന്ന പ്രതിസന്ധിയെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതെൻ്റെ കുടുംബത്തിനുള്ള അനുഗ്രഹത്തിന് അമ്മ മാതാവ് അത്ഭുതകരമായി വഴിയൊരുക്കുമെന്ന്. പ്രിയമുള്ളവരെ, കൃപാസനമെന്ന അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ ആലയത്തിലേക്ക്
നമ്മൾ ഓരോരുത്തരും ചുവട് വെച്ച് വരുമ്പോൾ ഹൃദയത്തോട് ആവർത്തിച്ച് പറയണം, വിളിച്ചാൽ വിളി കേൾക്കുന്ന, വെളിപ്പുറത്ത് വന്ന് കൂടെ നിന്ന് ഏതു വലിയ പ്രശ്നത്തിലും തീർപ്പുണ്ടാക്കുന്ന ഒരമ്മയുടെ അരികിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ കൊടുത്ത് പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതത്തെ തിരുത്തുവാൻ തീരുമാനിക്കും, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് മാത്രമേ അമ്മയുടെ നടയിൽ നിന്ന് തിരികെ പോവുകയുള്ളൂ. നിങ്ങളൊന്ന് തീരുമാനിക്ക്, ജീവിതം മാറി മറിയുന്നത് കാണാനാവും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.